ഹായ് ഗൈസ്, എല്ലാവർക്കും ഗായത്രീസ് വീട്ടിലേക്ക് നമസ്കാരം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കോക്കനട്ട് പാൽ വെച്ചിട്ടുള്ള ഒരു ഹൽവയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയാണ്. നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ പാൻ അടുപ്പി വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നെയ്യുമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര, അതിനകത്ത് ഒരു 2-3 ഏലക്കയും കൂടെ ചേർത്താണ് നമ്മൾ ഈ പഞ്ചസാര പൊടിക്കുന്നത്. അപ്പോൾ ആ ഏലക്കയുടെ ഫ്ലേവറും കിട്ടും, പഞ്ചസാര നന്നായിട്ട് പെട്ടെന്ന് മെൽറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ അതും നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളത്തിൽ കലക്കി വെച്ച കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുകയാണ്. കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ കോക്കനട്ടും ഇതെല്ലാം കൂടെ ഒന്ന് കുറുകി നമ്മുടെ ഹൽവ റെഡിയായി വരുന്നത്. നമുക്ക് കോൺഫ്ലവറും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തുടരെ ഇളക്കി കൊടുക്കണം, കൈ വിട്ട് കൊടുക്കാതെ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായിട്ട് മിക്സായി കുറുകി വരുന്ന വരെ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ ഹൽവയുടെ കോക്കനട്ട് പാലും കോൺഫ്ലവറും എല്ലാം നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇതുപോലെ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് കുറുകി വന്ന് നല്ല പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവം വരെ നമ്മൾ ഇത് അടുപ്പി വെച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. തേങ്ങാപ്പാലിൻ്റെയും ഏലക്കയുടെയും നെയ്യുടെയൊക്കെ നല്ല മണമാണ് ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയുടെ, അതും പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. കുഞ്ഞുങ്ങൾക്ക് വൈകിട്ട് 4 മണിക്ക് ഒരു സ്നാക്കായിട്ട് നമുക്ക് കൊടുക്കാം. നെയ്യും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇത് നന്നായിട്ട് വരേണ്ടതായിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ മിശ്രിതം നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇതുപോലെ നമുക്ക് കുറച്ചുകൂടി നല്ല കുറുകി പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവാക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. ആ തേങ്ങാപ്പാലിൻ്റെയൊക്കെ മണം നെയ്യുടെയും ഏലക്കയുടെയൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് കൊതി ചെയ്ത് കഴിക്കാനായിട്ട്. ഇളക്കിക്കൊണ്ടേയിരിക്കണം. അടുക്കി പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രുചി മാറിപ്പോകും. അപ്പോൾ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. കുറച്ചുകൂടി നമുക്കൊന്ന് കുറുകി വരണം. പിന്നെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് നെയ്യ് തടവി വെച്ചാൽ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമ്മൾ കുറച്ച് നെയ്യും കൂടെ ഇടുകയാണ്. വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കണം. ഇപ്പം ഹൽവയെല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കളറൊക്കെ മാറില്ല, വെള്ള കളർ മാറി ചെറിയൊരു കാരമലൈസ്ഡ് കളർ പോലെ ആയിട്ടുണ്ട് ഹൽവയ്ക്ക്.
ഇതിലേക്ക് നമുക്ക് വീണ്ടും നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് നുറുക്കി അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാമോ പിസ്തയോ ഒക്കെ ചെറുതായിട്ട് നുറുക്കിയിട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുക്കും. നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി തണുത്തൊന്ന് സെറ്റ് ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തണുത്ത് സെറ്റായ ഹൽവ നമ്മളിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം.